വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചീരപ്പക്കോടയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചീരപ്പക്കോട തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ 1 കപ്പ് ചീരയാണ് എടുത്തിരിക്കുന്നത്. ചീര നല്ല നൈസായി നല്ല പൊടിയായി അരിഞ്ഞെടുത്തതാണ്. 1 വലിയ ഉള്ളി നമ്മൾ നല്ല നൈസായി അരിഞ്ഞെടുത്തതാണ്. അത് ഇതിനോടൊപ്പം ചേർത്താം. 2 പച്ചമുളക്, ഇനി നമുക്ക് 1 തണ്ട് കറിവേപ്പില, 1 ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ഇതിനോടൊപ്പം നമ്മൾ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കൂടി ഇതിനോടൊപ്പം ചേർത്താം. ഇനി നമുക്ക് നമ്മുടെ പക്കോടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇതിനോടൊപ്പം ചേർത്തി നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇതിനോടൊപ്പം ചേർത്തി നല്ല പോലെ കൈകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കൈവച്ച് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ കൈവച്ച് കുഴയ്ക്കുന്ന സമയത്ത് ഈ ഉള്ളിയുടെയും അതേപോലെ തന്നെ നമ്മളുടെ ചീരയുടെയും വെള്ളം ഇറങ്ങി വരും. കണ്ടോ, ഇപ്പം അതൊന്ന് ക്വാണ്ടിറ്റി കുറഞ്ഞ പോലെ ആയിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ഇതിനോടൊപ്പം ചേർത്തുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്താം. ഇനി ഇതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇതിനോടൊപ്പം ചേർത്താം. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾ കുഴച്ചെടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പക്കോട തയ്യാറാക്കി തുടങ്ങാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ചീരപ്പക്കോട റെഡിയാക്കാനായിട്ട് നമ്മളൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നുള്ളി ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ ഹെൽത്തി പക്കോട നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉള്ളിപ്പക്കോടയുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അത് നിങ്ങൾ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഹെൽത്തി ചീരപ്പക്കോട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. ഞങ്ങളെല്ലാം ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചീരപ്പക്കോട റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ക്രിസ്പിയാണ്. ചൂട് ചായക്കൊപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ക്രിസ്പി ആയിട്ടുള്ള ചീരപ്പക്കോട നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.